താത്തു ഈ സിനിമ നാളെ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. ഓക്കെ? ആരുടെ സിനിമ ഇത്? ഏട്ടന് ലീവ് തുടങ്ങി പിന്നെ നമ്മൾ എവിടെയും പുറത്ത് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു ജോധ്പൂർ പോകാന്ന്. വെറുതെ പോണതല്ല, നമ്മളുടെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയും പുതിയ സിനിമയായ പാട്രിയോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിവിടെ ജയ്സൽമീർ അതിൻ്റെ റിലീസൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മലയാള സിനിമ കാണണമെങ്കിൽ എന്തായാലും നമുക്ക് ജോധ്പൂർ പോകേണ്ടി വരും. യൂഷ്വലി നമ്മൾ പുലർച്ചെ കേട്ടോ ഇറങ്ങാൻ ഒരു 4 മണി 5 മണി സമയത്ത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഷോ കിട്ടിയേക്കണത് 6:30ക്കാണ്. അപ്പോൾ നമുക്ക് അത്രയും നേരത്തെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു 10-11 മണി ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത്. പക്ഷെ അത് വളരെ തെറ്റായി പോയെന്ന് പിന്നീടാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. കാരണം പൊരിഞ്ഞ വെയിലായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ജോധ്പൂർ പോകുമ്പോൾ വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് കേട്ടോ. കാരണം ഞാനും കൂടി വണ്ടി ഓടിച്ചു ഗൈസ്. അതായത് നമ്മുടെ ഇവിടെ എയർപോർട്ട് റോഡിൽ ജസ്റ്റ് വണ്ടി ഓടിക്കുന്നുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെ ഓടിക്കാറില്ല. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ 70 കിലോമീറ്ററും ഇങ്ങോട്ട് വരുമ്പോൾ 110 എത്ര കിലോമീറ്റർ ഞാൻ ഓടിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ലോങ് ആയിട്ട് ഓടിക്കുന്നത്. ഞാൻ സകല ദൈവങ്ങളെ വിളിച്ചിട്ടാണ് വണ്ടി ഓടിക്കണത്. കാരണം ആദ്യമായിട്ടാണ് വണ്ടി എന്റെ കയ്യിൽ കിട്ടണത്. അപ്പൊ അപ്പുറത്തിരുന്ന് എന്റെ മോളും എന്റെ കെട്ടിയോനും കൂടിയിട്ട് കാട്ടുചെമ്പങ്ങും പാടി കളിക്കുക. എനിക്ക് അപ്പൊ ഓർമ്മ വന്നത് ആ പഴഞ്ചൊല്ല, അമ്മയ്ക്ക് ഇന്ന് പ്രസവ വേദന മോൾക്ക് വീണമായി. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ ജോധ്പൂർ എത്തി. പിന്നെ നേരെ പോയത് കേരള ഹോട്ടലിലേക്കാണ്. അവിടെ പോയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചു, ബിരിയാണി, പിന്നെ ഏട്ടൻ മന്തി കഴിച്ചു. മന്തി കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു, കരിഞ്ഞു പോയി. പിന്നെ 2 ലൈം ജ്യൂസും പിന്നെ ആവോലി ഫ്രൈയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സ്റ്റുഡിയോയിലാണ്. കാരണം ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയാ, അച്ഛാ താത്തൂരും കൂടി ഡ്രസ്സ് വേണമെന്ന്. അങ്ങനെ അവളും ഒരു ഡ്രസ്സ് ചുടുവിൽ ഒപ്പിച്ചു. അമ്മയുടെ മോളോടെ വൻ പർച്ചേസിംഗ്. പക്ഷെ എനിക്ക് അതിലൊരു പ്രശ്നമില്ല. എനിക്ക് മൊത്തം ട്രബിൾ എന്തേ ഓടി നടന്ന് സാധനം എടുക്കണ. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. അതെനിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. താത്തു അതവിടെ വെക്കോ. ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് ഷോർട്സിൽ കാണിക്കാം കേട്ടോ. പുറത്ത് നല്ല വെയിലായ കാരണം ഞങ്ങൾ പിന്നെ അവിടെ കറങ്ങാൻ നിന്നില്ല. സ്റ്റുഡിയോയിൽ തന്നെ നമ്മൾ നല്ലോണം കറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സിനിമ കാണാൻ പോയിട്ടോ. സിനിമയുടെ അഭിപ്രായം ഞാൻ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് വേണേൽ ഷോർട്ടായിട്ട് പറയാം. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് സ്റ്റിൽ നമുക്ക് മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ളൊരു ഹൈപ്പ് കൊടുത്തിട്ട് പോയാൽ അത്ര ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓൾ ഓവർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു സിനിമ കഴിഞ്ഞിട്ട് എന്താ നമ്മൾ വീണ്ടും തിരിച്ച് കേരള ഹോട്ടലിലേക്ക് പോയിട്ട് ഏട്ടൻ പുട്ടും ചിക്കൻ കറിയും കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ല, കാരണം എൻ്റെ വയറ് ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒരു സാറിൻ്റെ ക്വാർട്ടേഴ്സിലാട്ടോ നിന്നത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് നമ്മൾ എണീറ്റിട്ട് ഒരു 5:30 കഴിയുമ്പോൾ നമ്മൾക്ക് ഇറങ്ങി. കാരണം പോകുമ്പോൾ നമുക്ക് പണി കിട്ടിയതാണല്ലോ, നല്ല വെയിലത്ത് നമ്മൾ പോയത്. അപ്പോൾ നല്ലോണം വെയിലാവണമായിട്ട് മുന്നേ നമുക്ക് ജയ്സൽമീർ എത്തുന്ന രീതിയിലാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ തിരിച്ച് വരുമ്പോഴും ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. പകുതിയേട്ടൻ പകുതി ഞാൻ അങ്ങനെ ഓടിച്ച് അങ്ങനെ നമ്മൾ അവസാനം ജയ്സൽമീർ എത്തി ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.